എല്ലാവർക്കും ടെക്ലേ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ ഷവമി 15 CVനെ കുറിച്ചാണ്. സോ നമുക്കറിയാം ഷവമി 14 CV നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സക്സസർ ആയിട്ടാണ് ഇത് വരുന്നത്. ചൈനയിലെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഷവമി CV5 Pro ആണ് വന്നേക്കുന്നത്. ഇന്ത്യയിൽ ഷവമി 15 CV ആയിട്ട് വരും. സോ ഷവമി 14 CV ആയിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന സ്മാർട്ട് ഫോൺ ഷവമി 15 CV. സോ അത്യാവശ്യം നല്ല പുതിയതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആയിട്ടാണ് വരുന്നത്. 7.5 mm ആണ് തിക്നെസ് വരുന്നത്. 185 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഫ്രോസ്റ്റഡ് മാറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്. പക്ഷെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് IP റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. അല്ലാണ്ട് ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. നല്ല പ്രീമിയം ബിൽഡായിട്ടാണ് വരുന്നത്. ഡിസ്പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്. 6.55 ഇഞ്ചിന്റെ ഒരു 1.5K 120 Hz 12-bit AMOLED പാനലാണ് വരുന്നത്. 3200 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. 2160 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇതിന്റെ പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഏതാണെന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഡിസ്പ്ലേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാ സ്പെക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓഡിയോ നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഹൈറസ് ഓഡിയോ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസിന് അതിലൊന്നും പറയാനില്ല. ടോപ്പ് നോച്ച് ചിപ്സെറ്റ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയ സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ് വരുന്നത്. നല്ല അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഒത്തിരി സ്റ്റേബിൾ ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡ്മി സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഷോമി സ്മാർട്ട് ഫോൺസ് വെച്ച് നോക്കിയപ്പോൾ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് കാണിച്ചിട്ട് ഓഫായി പോകുന്ന പരിപാടി ഈ ഫോണിൽ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തിരി ബെറ്റർ ആക്കിയിട്ടുണ്ട് ഈ ചിപ്സെറ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ. ഇതിന്റെ സ്പെക്കിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചിപ്സെറ്റിന്റെ LPDDR5 റാമും UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്ലേസിംഗ് ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങളെ ഡെയിലി ടാസ്കോ ഗെയിമിംഗ് ഒക്കെ അടിപൊളി തന്നെയായിരിക്കും. 120 FPS ഒക്കെ സുഖമായിട്ട് റൺ ചെയ്യും. BGM ഒക്കെ അടിപൊളിയായിരിക്കും. സോ ആനുവൽ സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 20,63,041 വരുന്നത്. CPU 4,53,927, GB 8,34,879. സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയാലും ഉപയോഗിച്ചേക്കുന്നുള്ളത്. അടിപൊളിയാണ്, നല്ല പവർഫുൾ ആണ്. ഇതിൽ എഫിഷ്യൻസി കോഴ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാം ഹൈ പെർഫോമൻസ് കോഴ്സ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കും ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പുറകിൽ വരുന്നത്. പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 50 MP f1.6 ആപ്സ് വരുന്ന ഓംനി വിഷന്റെ ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസർ ആണ് വരുന്നത്. 1/1.55 സെൻസർ ആണ്. ലാർജർ സെൻസർ ആണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS. സെക്കൻഡ് നമുക്ക് 50 MP f2.0 2.5x ഒപ്റ്റിക്കൽ സൂം വരുന്ന ടെലിഫോട്ടോ ലെൻസ് ആണ്. ഫ്ലോട്ടിംഗ് ലെൻസ് ആണ് കേട്ടോ. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്രോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. തേർഡ് നമുക്കൊരു 12 MP f2.2 അൾട്രാ വൈഡ് 4K 60 FPS അവിടെയും വരുന്നുണ്ട്. സോ 3 ക്യാമറ നല്ലോണം യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുവാണെങ്കിൽ ചെറിയായിട്ടുള്ള EIS ജിറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ EIS ജിറ്റർ വരുന്നുണ്ട്. സെൽഫി നമ്മൾ നോക്കുവാണെങ്കിൽ 50 MP f2.0 സാംസങ് JN-P സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ സെൻസറാണ് വരുന്നത്. സെൽഫിക്ക് വരുന്ന അത്യാവശ്യം നല്ല സെൻസറാണ് കിട്ടുന്നത്. 4K 60 FPS എന്നൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ കിട്ടിക്കൻ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ വെച്ച് കമ്പയർ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഷവമി 14 CV വെച്ച് നോക്കുവാണെങ്കിൽ 4700 mAh ബാറ്ററി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ 6000 mAh ബാറ്ററി വന്നിട്ടുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 67 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. സോ 0 to 100% 50 മിനിറ്റ് കൊണ്ടൊക്കെ ആവും. സോ 1 മണിക്കൂർ താഴെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റിയും ബാറ്ററി സ്റ്റാറിംഗ് സ്പീഡിന്റെ കാര്യത്തിലും നല്ല ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട് ഷവമി 14 CV ആയിട്ട് കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഒബിയസ്ലി 5G സ്മാർട്ട് ഫോൺ ആണ്. എത്ര 5G ബാൻഡ് വരും എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അറിയാം. ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. Wi-Fi 7 വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ USB Type-C 2.0 ആണ്. ഒരു 40-45 രൂപയുടെ പ്രൈസിനുള്ള സ്മാർട്ട് ഫോൺ USB Type-C 3.2 Gen 1 കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. IP റേറ്റിംഗ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടുപേര് തന്നെയാണ് പറയുന്നത്. 12GB 256, 12GB 512. എക്സ്പെക്ടഡ് പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഷവമി 14 CV ഇറങ്ങിയ ആ പ്രൈസിൽ തന്നെ ആയിരിക്കും ഇറങ്ങാൻ സാധ്യത കൂടുതൽ. ഒരു 42 തൊട്ട് 48, 49 റേഞ്ച് ആയിരിക്കും. ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. നമുക്ക് നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, കിട്ടിക്കൻ പെർഫോമൻസ് വരുന്നുണ്ട്, ബാറ്ററി വരുന്നുണ്ട്. എല്ലാം കൂടി നല്ലൊരു ബാലൻസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു 50K താഴെ നിങ്ങൾക്ക് ഒരു ക്യാമറ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളവർക്ക് പറ്റിയ ഫോൺ തന്നെയാണ്. വിത്ത് പെർഫോമൻസ് കൂടി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് വരുന്നത്.
നല്ല സ്റ്റേബിൾ ആയിട്ട് ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ആണ്. പിന്നെ ഗെയിമിങ്ങിന് കണ്ടിന്യൂസ് ഗെയിമിന് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഗെയിമിംഗ് ഫോണുള്ള ഒപ്റ്റിമൈസേഷൻ എന്തായാലും ഈ ഫോണിൽ കിട്ടാൻ പോകുന്നില്ല. ചെറിയൊരു ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ലോങ് ടൈം ഗെയിം കളിക്കുവാണെങ്കിൽ, ലോങ് അവേഴ്സ് ഗെയിം കളിക്കുവാണെങ്കിൽ. സോ ഗെയിമേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വൽ ഗെയിമേഴ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ ഒരു പ്യുവർ ഗെയിമറാണ്, നിങ്ങൾ ക്യാമറ ഒന്നും അധികം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രൈസ് ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഐക്യു ന്യൂ 10 തന്നെ ധാരാളമാണ്. സോ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഫോണാണ്, ക്യാമറ ഓറിയന്റഡ് ആൾക്കാർക്ക് പറ്റിയ ഫോണാണ്. വിത്ത് സ്ലൈറ്റ് പെർഫോമൻസ് ആവശ്യമുള്ളവർക്കും പറ്റിയ സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ ഗൈസ്, ഈ സ്മാർട്ട് ഫോൺ വരുവാണെങ്കിൽ കിട്ടിക്കാനായിരിക്കും. 150K ഒരു അടിപൊളി ഫോൺ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ചെറിയ ഡ്രോബാക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ IP റേറ്റിംഗ് ഒക്കെ വേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ നിങ്ങൾ ആ മേളിൽ കാണുന്ന പഞ്ച് ഹോൾ ക്യാമറ ഇല്ലേ, ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ അല്ല ശരിക്കും. പെട്ടെന്ന് വിചാരിക്കും ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും. ഒരെണ്ണം റെഗുലർ സെൽഫി ക്യാമറ പിന്നെ അൾട്രാ വൈഡ് ക്യാമറയാണെന്ന് വിചാരിക്കും ഫ്രണ്ടിൽ. പക്ഷെ അല്ല, അത് രണ്ടാമത്തെ വെറുതെ ഒരു ഡമ്മി സെൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാണ് ഷോമി ഞാൻ ചെയ്യുന്നത് അറിയില്ല. അത്രയും ബെറ്റർ ഇമേഴ്സീവ് ഡിസ്പ്ലേ നമുക്ക് കിട്ടിയാണ്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.